വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. അധ്യായം 248. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും അമൂല്യമാണ്. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത ഒരു പ്രവാഹമാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒഴുകുന്ന പുഴ പോലെയാണ് ജീവിതമെന്ന് പറയാറില്ലേ? ആ പുഴയിലെ ഒരേ വെള്ളത്തെ ഒന്നിലധികം പ്രാവശ്യം നമുക്ക് തൊടാനാവാത്തതുപോലെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വീണ്ടെടുക്കാനാവാത്ത അവസരങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ വീണ് കിട്ടുന്ന ഓരോ അവസരങ്ങളും ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്നവരാണ് വിജയിക്കുക. കോവിഡ് കാലത്ത് ഓൺലൈൻ കമ്മ്യൂണിക്കേഷന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയ കമ്പനികളും സംഘടനകളുമൊക്കെ 2 വർഷം കൊണ്ട് സമ്പാദിച്ചത് ഒരു പുരുഷായുസിൽ സ്വായത്തമാക്കാനാവുന്നതിനും അപ്പുറമായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ ക്രിയാത്മകമായി വായിക്കുകയും അവസരങ്ങൾ ശരിയാംവണ്ണം പ്രയോജനപ്പെടുത്തുകയും ചെയ്താണ് വിജയപഥത്തിൽ മുന്നേറേണ്ടത്. എവിടെയോ വായിച്ചൊരു കഥ ഇവിടെ പങ്കുവയ്ക്കാം. ഒരു ദിവസം ഒരു കഴുകൻ വഴിയിലൂടെ നടക്കുമ്പോൾ മനോഹരമായൊരു പാത്രം നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇത്രയും മനോഹരമായൊരു പാത്രം മുമ്പൊന്നും കഴുകൻ കണ്ടിരുന്നില്ല. പാത്രത്തിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കുന്ന നേരത്ത് പാത്രം കഴുകനോട് പറഞ്ഞു, "എന്റെ പേര് ഓപ്പോർ. ഞാൻ അമാനുഷിക ശക്തികളാൽ സമ്പന്നമായൊരു പാത്രമാണ്. സൗന്ദര്യത്തിന്റെ ദേവതയായതിനാൽ എനിക്ക് നിന്നെ സുന്ദരനാക്കാൻ കഴിയും. ആയിരക്കണക്കിന് പക്ഷികളെയും മൃഗങ്ങളെയും ഞാൻ ഇതിനകം തന്നെ സൗന്ദര്യത്താൽ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇതാ എന്റെ ദ്രാവകം കുടിക്കൂ. നിങ്ങൾ ഇന്ന് സുന്ദരവും ആകർഷകവുമായൊരു പക്ഷിയായി മാറും. മയിൽ, തത്ത, അരയന്നങ്ങൾ തുടങ്ങിയ ഏത് പക്ഷിയെയും പോലെ നിനക്കും സുന്ദരിയാകാം." എന്നാൽ കഴുകൻ പാത്രത്തെ സംശയത്തോടെയാണ് നോക്കിയത്. മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, "എനിക്ക് നിന്നിൽ വിശ്വാസമില്ല. നീ എന്നെ കബളിപ്പിക്കാനും ഉപദ്രവിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്." പാത്രം മന്ത്രിച്ചു, "ഓ, വരൂ. ഞാൻ ദുഷ്ടനോ മറ്റെന്തെങ്കിലുമോ അല്ല. എന്റെ ശക്തിയെ കുറച്ചു കാണരുത്. നിന്നെ സുന്ദരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു." കഴുകൻ ഒരു നിമിഷം നിർത്തി. പിന്നെ പരുഷമായി പറഞ്ഞു, "എനിക്കൊരു മിനിറ്റ് തരൂ. നീ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്ക് അവിടെ പോയി നിങ്ങൾ സൂചിപ്പിച്ച പക്ഷികളിൽ നിന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുവരെ എന്നെ കാത്തിരിക്കൂ. ഞാൻ ഉടൻ മടങ്ങി വരും." വളരെ തിടുക്കത്തിൽ കഴുകൻ പോയി. ഗ്രാമത്തിലെത്തിയപ്പോൾ മിക്ക പക്ഷികളും സുന്ദരികളായി മാറിയിട്ടുണ്ടെന്ന് കഴുകന് മനസ്സിലായി. കൊള്ളാം, പാത്രം ശരിയാണ്. കഴുകൻ സ്വയം ചിന്തിച്ചു. അവൻ വേഗം പാത്രത്തിലേക്ക് ഓടി. പക്ഷേ പാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ പാത്രം വായുവിൽ മറയുന്നത് കണ്ടു. കഴുകൻ അലറി വിളിച്ചു, "ദയവ് ചെയ്ത് പോകരുത്. എന്നെ സുന്ദരിയാക്കൂ. എനിക്കൊരവസരം കൂടി തരൂ." അപ്രത്യക്ഷമായ കലം പറഞ്ഞു, "വളരെ വൈകി. നിങ്ങൾക്കിതിനകം സുവർണാവസരം നഷ്ടമായി. നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓപ്പോർ എന്നാണ് എൻ്റെ പേര്. അത് അവസരത്തിൻ്റെ ഹ്രസ്വരൂപമാണ്. ആരെങ്കിലും അവസരം നഷ്ടപ്പെടുത്തിയാൽ അവർക്കതൊരിക്കലും തിരികെ ലഭിക്കില്ല. കാരണം അവസരം വരുന്നു ഒരിക്കൽ മാത്രം. വിട." പാത്രം പൂർണ്ണമായും അപ്രത്യക്ഷമായപ്പോൾ കഴുകൻ നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ സംശയങ്ങളും ഭയവും ലജ്ജയും മടിയും നീട്ടിവെക്കലും കാരണം ജീവിതത്തിൽ എത്ര തവണ അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. ജീവിതം നമുക്കെല്ലാവർക്കും വൈവിധ്യമാർന്ന അവസരങ്ങളാണ് നൽകുന്നത്. നമ്മുടെ ഒരു മികച്ച പതിപ്പായി മാറാൻ പ്രകൃതി ഒരുക്കുന്ന സംവിധാനങ്ങൾ. അവയിൽ ചിലത് ദൃശ്യമാകാം, മറ്റുള്ളവ ദൃശ്യമാകില്ല. ഈ അവസരം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ആരും നിങ്ങളോട് പറയാൻ പോകുന്നില്ല. അവസരങ്ങൾ തിരിച്ചറിയുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നിടത്താണ് മിടുക്ക് കാണിക്കേണ്ടത്. അവസരങ്ങൾ വരുമ്പോൾ മുതലെടുക്കുകയും കീഴടക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു ഓപ്ഷനും നിസ്സാരമായി കാണരുത്. അവസരം നഷ്ടപ്പെട്ട ശേഷം ഖേദിച്ചതുകൊണ്ട് ഫലമില്ല. അതിനാൽ കണ്ണും കാതും കൂർപ്പിച്ച് അവസരങ്ങൾക്കായി കാത്തിരിക്കുക. ശരിയായ സമയത്ത് ശരിയായ അവസരങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാനാവും. ഒരു പുഞ്ചിരി, അപരനിലേക്ക് നീളുന്ന ഒരു സഹായഹസ്തം, ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിത കാണുവാനുള്ള തുറന്ന മനസ്സ് തുടങ്ങിയ ഗുണങ്ങളൊക്കെ സ്വായത്തമാക്കുമ്പോൾ ജീവിതത്തിൽ വിസ്മയങ്ങൾ സംഭവിക്കും. നാം അറിയാതെ മെച്ചപ്പെട്ട അവസരങ്ങളുടെ സുവർണ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും. ഏർപ്പെടുന്ന എല്ലാ കർമ്മരംഗങ്ങളിലും നവോന്മേഷത്തിന്റെ ഇളം കാറ്റായി ആത്മവിശ്വാസം നിറയുകയും നന്മയുടെയും സ്നേഹത്തിന്റെയും പുതുനാമ്പുകളും ചുറ്റിലും കിളിർക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ധ്യാനത്തിലേക്കും ചിന്തകളുടെ നവീകരണത്തിലേക്കും ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിലേക്കുമൊക്കെയാണ് നാം നടക്കുക. നാം കൈക്കൊള്ളുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആധാരം. നിലവിലുള്ള പ്രശ്നമോ അവസരമോ മനസ്സിലാക്കി അനന്തരഫലങ്ങൾ വിലയിരുത്തി ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുന്നവരൊക്കെ ജീവിത വിജയം കൈവരിക്കുമെന്നാണ് ചരിത്രം നൽകുന്ന പാഠം. വിജയം ആഗ്രഹിക്കുന്നവർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ജീവിതത്തിൽ മടുപ്പ് തോന്നില്ല.
ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും ദീർഘവീക്ഷണവുമൊക്കെ കൊണ്ട് വിജയപാതയിൽ മുന്നേറുന്നവരാണവർ. കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും സാഹചര്യങ്ങളുടെ തേട്ടങ്ങളെ മനസ്സിലാക്കി മുന്നേറുകയും ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടാതിരിക്കില്ല. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.